ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ മണി ബോക്സിനെ പറ്റി വളരെ കാര്യമായിട്ട് തന്നെ എല്ലാവരുടെ അടുത്തും ചർച്ച ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ മണി ബോക്സ് എന്നല്ല പറയുന്നത്, മണി വീക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 4 ദിവസവും പെട്ടികൾ കൊണ്ട് വെക്കുമെന്നാണ്, ഓരോരോ സെപ്പറേറ്റ് എമൗണ്ടുകൾ കൊണ്ട് വെക്കുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സംഭവം നടക്കാനായിട്ട് പോകുന്നത്. അപ്പം പുതിയൊരു പ്രോമോയ്ക്കകത്ത് ലാലേട്ടൻ സ്പൈക്കുട്ടനുമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇത്രയും വലിയ സ്പൈ ആയിട്ടുള്ള സ്പൈക്കുട്ടന് പോലും അറിയില്ല ആരായിരിക്കും പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തു പോവുക എന്നുള്ളത്. ലാലേട്ടനോട് സംസാരിച്ചത് വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ആദിലയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസായിരുന്നു. ആദില അത് പയ്യെ അനുമോളുടെ തലയിലേക്ക് ഇടാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്ന എമൗണ്ട് അനുസരിച്ചിരിക്കും, പക്ഷെ എന്നിരുന്നാലും 100 ദിവസം നിൽക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് 100 ദിവസം നിൽക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യേ എന്നാണ് വെക്കുന്നത് ആദ്യം. എന്നിട്ട് പറയുന്നുണ്ട് 100 ദിവസം ഞാൻ ഇവിടെ നിൽക്കും, പണപ്പെട്ടി പോലത്തെ കാര്യങ്ങളൊന്നും എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് 3 പേർക്കും അറിയാം പുറത്ത് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ. നെവിനും കുറെയൊക്കെ അറിയാമെന്നാണ് തോന്നുന്നത്. നെവിനും അപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 100 ദിവസം നിൽക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. നെവിന് ലാലേട്ടൻ ബ്ലോക്ക് ചെയ്തു കംപ്ലീറ്റ്ലി. ആ ഒരു പണപ്പെട്ടി പരിപാടി തന്നെ നെവിന്റെ കയ്യിൽ നിന്നും പോയി. പിന്നെ അക്ബർ ഉണ്ട്. അക്ബറും പണപ്പെട്ടിയോട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അക്ബർ പിന്നെ ആദില, ഇവരെ 2 പേരെയും ഉന്നം വെച്ചിട്ടാണ് ഈ ആഴ്ച പണപ്പെട്ടി വരുന്നത് കേട്ടോ. ബാക്കി ഉള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. നൂറ ഓൾറെഡി ടിക്കറ്റ് ഫിനാലെ നേടി, ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല. അനുമോള്, അനീഷ്, പിന്നെ ഷാനവാസ്, ഇവര് 3 പേരും എടുക്കില്ല. പിന്നെ ഉള്ളത് സാബുമാനാണ്. സാബുമാൻ പറയുന്നത് ഞാൻ എങ്ങനെ പൈസയുടെ പുറകെ പോകുന്ന ഒരാളൊന്നുമല്ല, പൈസ വേണം, പക്ഷെ ഞാനത് പണപ്പെട്ടി ഒന്നും എടുക്കില്ല, 100 ദിവസം പറ്റുമോ എന്ന് നോക്കും, അങ്ങനെ ആ രീതിയിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയില്ല, ലാലേട്ടന് വരെ സഹി കെട്ടു. സ്റ്റോർ റൂമിലേക്ക് ഒന്ന് പോവാമോന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോ വരെ ആ വളിച്ച ചിരിയും ചിരിച്ചോണ്ട് അവിടെ നിൽക്കുന്ന ഒരു സാബുമാനെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ലാലേട്ടൻ തന്നെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താണ് ഇവനെയൊക്കെ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള പോലെ ലാലേട്ടൻ അവിടെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നു. അത് ലാലേട്ടൻ കൈയിൽ നിന്നിട്ടൊരു എക്സ്പ്രഷനാണ് കേട്ടോ. ലാലേട്ടൻ സഹി കെട്ടു ശരിക്കും. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പണപ്പെട്ടി എടുക്കേണ്ടത് സാബുമാനാണ്. പണപ്പെട്ടി എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. പ്രേക്ഷകർക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിയെന്നൊക്കെ വരും. ഈ വളിച്ച ചിരി ചേച്ച് നിൽക്കുന്നവരെയൊക്കെ ചിലപ്പോൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തോന്ന് വരും. ഒരു കാര്യത്തിലും ഇടപെടാതെ ഏഷ്ണി മാത്രം അവിടെ ഇവിടെയും പോയിരുന്ന് പറയുന്ന ടീംസിനെയൊക്കെ പ്രേക്ഷകർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തോന്ന് വരും. പക്ഷെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനമില്ലേ, സ്വയം വിലയിരുത്തണ്ടേ ഞാനിവിടെ എന്തെങ്കിലും ചെയ്തിട്ടാണോ നിൽക്കുന്നത്. ആ ഒരു വിലയിരുത്തൽ പരിപാടിയൊക്കെ സാബുമാന്റെ കേസ് നടന്നിട്ടില്ല. അത് സാബുമാൻ എത്രയും പെട്ടെന്ന് അത് വിലയിരുത്തി ഒരു തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് പറയാനുള്ളത്. മിക്കവാറും സാബുമാൻ അല്ലെങ്കിൽ ആദില, അക്ബർ, ഇവര് 3 പേരെയും ഉന്നം വെച്ചിട്ടാണ് സംഭവം വരുന്നത്. ഈ മണി ബോക്സ് എന്ന് പറയുന്ന സംഭവം അത് ആരെടുക്കും എന്ന കാര്യത്തില് ഇപ്പോഴും നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് ഈ സീസണിൽ നമുക്കിങ്ങനെ മൊത്തത്തിൽ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെ എടുത്തുകൊണ്ട് പോകട്ടെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഷോ ത്രില്ലിംഗ് ആവുകയുള്ളൂ. എന്റെ ഒരു അഭിപ്രായത്തിൽ അനുമോളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് ഗെയിം ചേഞ്ചിങ് ആയിരിക്കും. സംഭവം കംപ്ലീറ്റ്ലി ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്